SIR-ലിപ്പം നടപടികൾ ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കോടതിയിൽ അഫിഡവിറ്റ് വെച്ചു. രാജ്യത്തുടനീളം ഉയർന്നു വന്ന പ്രതിഷേധവും പ്രക്ഷോഭവും അതുപോലെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ പോലും കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായ ഒരു തീയതി കട്ട് ഓഫ് തീയതി വെച്ച് ഈ തീവ്ര പരിശോധന നടപ്പിലാക്കാൻ വേണ്ടി മുമ്പോട്ട് പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്കൊള്ളേണ്ടത് സുപ്രീം കോടതി നടത്തിയ ഉപദേശങ്ങളാണ്. സുപ്രീം കോടതി പറഞ്ഞു ഒരു വിശ്വാസ തകർച്ചയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയമുണ്ട്, അത് നികത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ആദ്യം വേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഒറ്റക്കെട്ടോടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തീവ്ര പരിശോധന എന്നുള്ളത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യപരിപാടിയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. 20-30 വർഷമുണ്ടായിരുന്ന വോട്ടർ പട്ടിക ഉഴുതുമറിച്ച്, അതായത് വോട്ടറാണ് എന്നുള്ളൊരു ഉത്തരവാദിത്തം ഒരു പൗരൻ്റെ മേലിൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇവർ ഏർപ്പെടുത്താൻ പോകുന്നത്. കേരളം പോലുള്ള സ്ഥലത്ത് പോലും ഇവർ നിഷ്കർഷിക്കുന്ന രേഖകളുമായി എനുമറേഷൻ ഫോം സമർപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ബാധ്യതയായിട്ട് ജനങ്ങൾക്ക് മേൽ വന്നു ഭവിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇതുപോലുള്ള പരിശോധന നടപ്പിലാക്കാൻ വേണ്ടി. മാത്രമല്ല, ഇന്ന് സാങ്കേതികപരമായിട്ടുള്ള മേന്മയും വിപ്ലവം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതാണ്. മാത്രമല്ല, വോട്ടർ പട്ടിക കാലാകാലം പുതുക്കുന്ന ഒരു രീതിയുണ്ട്. അത് കുറച്ചുകൂടി സാങ്കേതികപരമായിട്ടുള്ള പശ്ചാത്തലം കൂടി ഒരുക്കിക്കൊണ്ട് പുതുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അതിനെ അപ്പോൾ കോടതിയിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഡേറ്റ്, അതായത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ബീഹാറിലെ വിവാദങ്ങൾക്ക് മുൻപേ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർക്ക് നൽകിയിരുന്നു എന്നും കൂടിയാണ് ഇന്നത്തെ സത്യവാങ്മൂലത്തിലൊക്കെ വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഏത് തരത്തിൽ എന്ത് ചെയ്യും? അല്ല, ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് മാത്രമേ പുറപ്പെടുവിച്ചിട്ടുള്ളൂ. ആ ഇടക്കാല ഉത്തരവിൽ വലിയ ആശ്വാസം പകരുന്നുണ്ട്. അതായത് ആധാർ ഉൾപ്പെടെയുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ അംഗീകരിക്കണമെന്നുള്ള നിബന്ധന വന്നിട്ടുണ്ട്. പക്ഷേ മൊത്തം പ്രക്രിയ എന്തിനു വേണ്ടിയാണ്, ഇതിന് ഉദ്ദേശശുദ്ധിയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ചർച്ച ചെയ്ത സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്, പരിശോധനയ്ക്കോ അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്കോ ഞങ്ങളെതിരില്ല, മറിച്ച് വോട്ടറാണെന്ന് ആവർത്തിച്ച് തെളിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കഴിഞ്ഞ 20-25 വർഷമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളുടെ ചുമലിൽ കൊണ്ട് വെക്കരുത്. വോട്ടർ പട്ടികയിൽ സംശുദ്ധി ഉണ്ടായിരുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ ധാർമ്മിക നിലനിൽപ്പിൻ്റെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്? സംശുദ്ധമല്ലാത്തൊരു വോട്ടർ പട്ടികയുടെ പിൻബലത്തിലാണോ ഈ സർക്കാർ ഇപ്പം നമ്മളെ ഭരിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലേക്ക് വരികയല്ലേ?